ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2 പച്ചമാങ്ങ വെച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും നമ്മൾക്ക് വേണ്ട. പച്ചമാങ്ങയൊക്കെ ധാരാളം കിട്ടുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഇതേപോലെ 2 പച്ചമാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുള്ള മാങ്ങയാണെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തൊലി കളഞ്ഞിട്ട് ഇതേപോലെ നുറുക്കി വയ്ക്കാം. ഇത് നമ്മൾക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി വേണ്ടത് ചെറിയ ഉള്ളി ചതച്ചതാണ്. ഏകദേശം 1/2 കപ്പെങ്കിലും വേണം. 1/2 കപ്പിൽ കൂടിയാലും കുഴപ്പമില്ല, 1/4 കപ്പ് വരെയൊക്കെ എടുക്കാം. പിന്നെ വേണ്ടത് കുറച്ച് കറിവേപ്പില, 3-4 ഉണക്കമുളക്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, 1/2 കപ്പ് തൈര്. ഇത്രയാണ് വേണ്ടത്. ഇനി മിക്സിയുടെ മീഡിയം ജാർ എടുത്ത് അതിനകത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, 3-4 പച്ചമുളക്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ നല്ല പേസ്റ്റായിട്ട് അരച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മളുടെ കറി ഉണ്ടാക്കാനായിട്ട് ഇതേപോലെ ഒരു മൺചട്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണയൊന്ന് ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ച 1/2 കപ്പ് ചെറിയ ഉള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും വഴറ്റി കൊടുക്കുക. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാങ്ങയും തേങ്ങയും എല്ലാം കൂടെ അരച്ചപ്പോൾ അതിനകത്ത് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇത് ഒരുപാട് ബ്രൗൺ കളറൊന്നും ആകേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടെ വഴന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തേക്ക് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശമൊക്കെ നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വഴറ്റി കൊടുക്കാം. ചട്ടി ആയതുകൊണ്ട് നല്ല ചൂടുണ്ടായിരിക്കും, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറച്ച് പൊടികൾ നമ്മൾക്ക് ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, മുഴുവനായിട്ടുള്ള ജീരകമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇത് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇതെല്ലാം പാകത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പച്ചമാങ്ങയും തേങ്ങയും കൂടിയിട്ടുള്ള മിക്സിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. അതിനു മുന്നേ തന്നെ നമുക്ക് മിക്സിയിൽ നേരത്തെ എടുത്തു വെച്ച തൈരും കൂടെ ഒന്ന് അടിച്ചെടുക്കാം. അതും കൂടെ അടിച്ചെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. തിളപ്പിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പിരിഞ്ഞു പോകും. അതുകൊണ്ട് തിളയ്ക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല പോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ചട്ടിയിൽ നിന്നൊക്കെ പുക പോകുന്നുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് നല്ല പോലെ കുറുകി വരാൻ തുടങ്ങും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാക്കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ മാങ്ങ മോരുകറി തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്